ശരീരത്തിലെ ഈ ഒരു അവയവം ഹെൽത്തി ആയിട്ട് സൂക്ഷിച്ചാൽ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. അലർജിയുള്ള അധികം ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് ശക്തമായിട്ടുള്ള തുമ്മൽ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ നല്ല ശരീരത്തിൽ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടലിന്റെ ആരോഗ്യം നല്ല രീതിയിലാണെങ്കിൽ ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ കുറയുന്നതാണ്. പ്രധാനമായിട്ടും ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ്, മട്ടൺ ഒക്കെ കുറയ്ക്കേണ്ടതാണ്. സീ ഫുഡ് ഓവറായിട്ട് എടുക്കുന്ന ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട്. നട്ട്സ്, പാല്, അതോടൊപ്പം തന്നെ സോയാബീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ കഴിയുന്നതും കുറയ്ക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ്. കൂടുതൽ പുളിയുള്ള ഫുഡുകൾ കഴിയുന്നതും കുറയ്ക്കുക. കാരണം ഈ ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈരൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിൽ മഞ്ഞൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. ഇത് നല്ല രീതിയിൽ നമ്മുടെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ അലിസിൻ എന്നടങ്ങിയിട്ടുള്ള ഒരു ഘടകമുണ്ട്. ഈ അലിസിൻ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ അലർജി കുറയ്ക്കുന്നതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാതിരിക്കുക. ജസ്റ്റ് ചതച്ചിട്ട് ജസ്റ്റ് ഹാഫ് കുക്കായിട്ട് കഴിക്കുന്നതാണ് ഗാർലിക്കിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടാൻ ഏറ്റവും നല്ലത്. തേനും കൂടുതലായിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്നായി സഹായിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വഴിയും നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ്. കാരണം വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് ഉണ്ട്. ഈ ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിന് ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അത് കൂടുതലായിട്ട് ഹെൽത്തിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒലിവ് ഓയിലും യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ കൂടുതൽ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലത്. ഡയറക്റ്റ് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടും സാലഡിലൊക്കെ യൂസ് ചെയ്യാണ് നല്ലത്. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്യുക. അനാവശ്യമായിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ നിർത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വഴി തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ അലർജിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യും.